എന്ത് മറുപടിയാണ് മെഡിക്കൽ കോളേജിലെ SIT ആശുപത്രി അധികാരികളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത് എന്നത് അറിയേണ്ടതുണ്ട്. അവർ മടങ്ങിയെത്തിയാൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് കേന്ദ്രത്തിന് നൽകുന്നത് വൈകും. ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ മരവിപ്പിച്ചു എന്നതിൽ സർക്കാരിന് ക്ലാരിറ്റിയുണ്ട്, പക്ഷേ അത് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ PM ശ്രീ പഠിക്കുന്നതിന് വേണ്ടി. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഒരു അവസാന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും. പിന്നെ ഇപ്പോൾ 265 സ്കൂളുകളാണ് PM ശ്രീ സ്കൂളുകൾ എന്നുള്ള നിലയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ നിൽക്കുകയാണ്. അതായത് രേഖാമൂലം ഗവൺമെൻറ് ഇപ്പോൾ ക്യാബിനറ്റിന് വേണ്ടി മുഖ്യമന്ത്രിയും ആണല്ലോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആണല്ലോ അറിയിക്കേണ്ടത്. കൊടുത്തിട്ടില്ല. അല്ല, അതിനൊരു നടപടിക്രമം ഉണ്ടല്ലോ. ചിലപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഗവൺമെൻറ് ഉത്തരവിറങ്ങണം. അത് നിയമപരമായി അഡ്വക്കേറ്റ് ജനറൽ പരിശോധിക്കണം. അങ്ങനെയൊക്കെയുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങൾ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു സബ് കമ്മിറ്റി വിവരിച്ചിട്ടായിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, അതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ആ ക്ലാരിറ്റി ഇപ്പം പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, കത്ത് തയ്യാറായിട്ടുണ്ട്, പക്ഷേ അത് എപ്പോൾ കേന്ദ്രത്തിന് നൽകണമെന്നതിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? ദിവ്യ, അത്തരമൊരു ആശങ്ക എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിലുണ്ട്. നാളെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് V ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം പിന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ കത്ത് നൽകുന്ന കാര്യം ചർച്ചയാകുമോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ചയാകുമോ എന്നുള്ള ചോദ്യത്തെപ്പറ്റി നാളത്തെ ചർച്ചയ്ക്ക് ശേഷം പറയാമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ചർച്ച ചെയ്യാനല്ല വന്നിരിക്കുന്നത്. ഇനി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കാനുള്ള പണം, അതായത് SSK ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള പണം വാങ്ങിയെടുക്കാൻ ലക്ഷ്യം, അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുള്ള കൂടിക്കാഴ്ച. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ഉപസമിതി, ഈ ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, അത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ എന്തെങ്കിലും ചർച്ചയാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വളരെ വലിയ സംസ്ഥാനത്തിൽ വലിയ രീതിയിൽ CPM-ഉം CPI-യും കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. അപ്പോൾ ഈ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകുമോ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബീഹാറിൽ വെച്ച് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്നോട്ട് പോകുന്നതായി തങ്ങൾക്ക് അറിവില്ല. എന്തായാലും സംസ്ഥാനം ഇതിൽ ഒപ്പിട്ടതിൽ ഏറെ സന്തോഷമുണ്ട്. തന്റെ പ്രിയ സുഹൃത്ത് ജോൺ ബ്രിട്ടസ് അടക്കമുള്ള ചില നേതാക്കളാണ് ഇതിന് മുൻകൈ എടുത്തതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നാളത്തെ ഈ ഒരു ചർച്ച അതിലെന്താകും? ഈ PM ശ്രീ പദ്ധതി ചർച്ചയാകുമോ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആശങ്കകൾ അറിയിക്കുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമുന്നിൽ തന്നെ നിലനിൽക്കുകയാണ്. നാളെ എന്തായാലും മന്ത്രിയെ കണ്ടതിന് ശേഷം ഇതിന്മേലുള്ള കൂടുതൽ കാര്യം വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ V ശിവൻകുട്ടി നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം അടിവരായിട്ട് പറയുകയാണ്, PM ശ്രീ പദ്ധതി സംസ്ഥാനത്തിന് ആവശ്യമില്ല. PM ശ്രീ പദ്ധതിയിൽ പറയുന്ന സ്കൂളുകളുടെ നിലവാരത്തിന് എത്രയോ മുകളിലേക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് PM ശ്രീ പദ്ധതി ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇപ്പോൾ തയ്യാറല്ലെന്നും V ശിവൻകുട്ടി പറഞ്ഞു വെക്കുകയാണ്.